ഇപ്പോഴും നമ്മുടെ കറി നോക്കാൻ കൂട്ടുകാരെ. ഉണ്ടല്ലേ, ഒരു അടിപൊളി റെസിപ്പിയാണ്. അതേപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. മുരിങ്ങയിലയും പപ്പങ്ങയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു ഹെൽത്തി. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് മുരിങ്ങയിലയും കണ്ടല്ല, നന്നാക്കിയിട്ടൊന്നുമില്ല, കുറച്ച് മുരിങ്ങയിലയും ഒരു പപ്പായ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി. അപ്പോൾ ഇത് വെച്ചൊരു അടിപൊളി റെസിപ്പി നോക്കാം. ഉണ്ടല്ല, പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ഇനിയൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തുകൊണ്ട് വരാം. അപ്പോഴാദ്യം ഈ മുരിങ്ങയിലയൊന്ന് നന്നാക്കി എടുക്കാം. അപ്പോഴെല്ലാം ഇതേപോലെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോഴിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പപ്പായ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഉണ്ടല്ലേ, അപ്പോഴിതിനെ ഒന്ന് കുക്കറിലേക്ക് മാറ്റാം. നല്ലപോലെ അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി വേകുവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പിടി വരും. അതിലേക്ക് 2 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തിനി ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പപ്പങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടല്ല, 3 വിസിലാണ് കൊടുത്തത്. മീഡിയം തീയിൽ 3 വിസില് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം ഇതേപോലെ. ഉണ്ടല്ലേ, പിന്നെ കുക്കറിൻ്റെ എന്തോന്നാണ് ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം വരും, അത് ശ്രദ്ധിക്കുക. അപ്പോഴും നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കണം. ഇതിവിടെ ഇപ്പം നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ശകലം പച്ചമുളക് കൂടെ അരിയെ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പച്ചമുളക് മതിയാവും. ഇതിനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു കൊച്ചുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുരിങ്ങയില ഞാൻ കഴുകിയാണ് എടുത്തിട്ടുള്ളത്. ഉണ്ടല്ലേ, മുരിങ്ങയില പെട്ടെന്ന് വേവുന്ന സാധനമാണ്.
ഒരു ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുരിങ്ങയില ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവുമല്ലോ മുരിങ്ങയില, ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അടിപൊളിയാണ്. ഇപ്പം ഞാനിപ്പോൾ കറിയായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നല്ല ചാറായിട്ട് കിട്ടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി ഉപ്പുണ്ടാന്നൊക്കെ നോക്കാം. ഉപ്പില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉണ്ടല്ലേ, സൂപ്പർ ആൻഡ് ഡൂപ്പ് കറിയാണ്, അടിപൊളി. രണ്ടും പോഷകാംശമുള്ളതാണല്ലോ. നല്ലതുപോലെ തിളച്ച് പോവാതെ വണ്ണം ഇതേപോലെ ഒന്ന് ഇളക്കി അപ്പോഴും മുരിങ്ങയില ഒന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ചൂടൊക്കെ അടിക്കുമ്പോഴത്തേനും അങ്ങ് വെന്ത് വന്നോളും കുറച്ചുകൂടി. അപ്പോഴിവിടെ ഇത് തന്നെ മതിയാവും. ഉണ്ടല്ലോ, സൈഡ് വാരം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്ക്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എനിക്കൊരു സപ്പോർട്ടാവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.